ഇന്ന് എന്താ കറി വെക്കാന്ന് നോക്കിയപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഇരിക്കണം. വെണ്ടയ്ക്ക എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കി മടുത്തു. അപ്പോൾ ഇന്നൊരു ചെറിയൊരു തമിഴ് സ്റ്റൈൽ വെണ്ടയ്ക്ക പൊരിയലാക്കിയാലോ എന്ന് വിചാരിച്ചു. സംഭവം ഉണ്ടാക്കി നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചൂടാക്കുക. അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതോ അരിഞ്ഞതോ ആയാലും കുഴപ്പമില്ല. അതിന് കുറച്ച് സവാളയും ഒരു ചെറിയ സവാള കൂടി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആ സമയത്ത് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ ഒന്ന് മൂത്ത് പാകമൊക്കെ ആയി കഴിയുമ്പോൾ ഒരു 2 കഷ്ണം പച്ചമുളക് ചേർക്കുന്നു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുന്നു. വെണ്ടയ്ക്ക ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 3-4-5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി തൂവി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക പൊരിയിലൂടെ റെഡി ആയിട്ടുണ്ട്. ഈ ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ടേക്കണതുകൊണ്ട് വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ.